ഒന്ന് ശ്രമിച്ചാ നിനക്ക് വിസ്പത്താവാം. എന്തിന്? എനിക്ക് പൊന്മുട്ട ഇടുന്നതിനല്ല, വെള്ളമടിച്ച് വാള് വെക്കുന്ന താറാവിനെ കിട്ടിയത്. ഞാനിവിടെ കൂലിപ്പണി എടുത്തിട്ടേ ഇവക്കിപ്പൊ പൈന്റ് വാങ്ങി കൊടുക്കേണ്ട അവസ്ഥയിലാ. ആ അവസ്ഥയൊക്കെ മാറും. അവളുടെ പേരില് ഒരു ഹ്യൂജ് എമൗണ്ട് കിടപ്പുണ്ട്. പക്ഷെ അതിൽ അവൾക്ക് തൊടാൻ പോലും പറ്റില്ല. ലയയുടെ ഗ്രാൻഡ് ഫാദർ ആണല്ലോ ഇവിടെ പണ്ട് കാലത്തെ വന്നതും ബിസിനസ് തുടങ്ങിയതും സമ്പാദിച്ചു കൂട്ടിയത്. അങ്ങേരുടെ മരണശേഷം ലയയുടെ പാരന്റ്സ് ഡിവേഴ്സ് ചെയ്യുകയും വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു. ലയ അവളുടെ അവകാശം ആവശ്യപ്പെട്ട് കോടതിയിലെത്തി. ഒരു വലിയ തുക അവൾക്ക് കൊടുക്കാൻ കോടതി വിധിക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് പറ്റി? ക്യാരറ്റ് മാങ്ങാത്തരി. എന്നിട്ട് എന്താ ഉണ്ടായത്? ലയ ആൽക്കഹോളിക് ആണെന്ന് ലയയുടെ പാരന്റ്സ് കോടതിയിൽ പ്രൂവ് ചെയ്തു. ഈ ആൽക്കഹോളിക് ആയ ഒരാളുടെ കയ്യിൽ ഇത്രയും പണം വന്നാൽ അത് അവളുടെ ജീവന് തന്നെ ആപത്താണെന്നുള്ള വാദം കോടതി അംഗീകരിച്ചു. അതോടെ ആ തുക എങ്ങനെ ഫ്രീസായി. പെർമനന്റ് റെസിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആ തുകയിൽ തൊടാം, കൈയിട്ടു വരാം. ഭർത്താവെന്ന അധികാരം ഉപയോഗിച്ച്. തുക എന്ന് പറഞ്ഞ എത്ര എമൗണ്ട് വരും? 10 മില്യൺ കനേഡിയൻ ഡോളേഴ്സ്. ഇന്ത്യൻ റുപ്പീസ് എത്ര ഉണ്ടാവും? 52 കോടി ഇന്ത്യൻ റുപ്പീസ്.